ഇപ്പോഴത്തെ പോലീസ് മൂന്നാം മുറയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് നടപടി പ്രഖ്യാപിക്കാനും സാധ്യത. അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞതിനേക്കാൾ ഭയാനകമാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളെന്നാണ് ഉന്നതതലത്തിൽ നടന്ന വിലയിരുത്തൽ. മാത്രമല്ല, ഇത്തരം ആളുകൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് സംസ്ഥാന DGP പറയുകയും ചെയ്യുന്നു. ആ ദൃശ്യങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചതാണ്. രാഷ്ട്രീയ പ്രവർത്തകരെ മാത്രമല്ല, പൊതുസമൂഹത്തെ മുഴുവനായി ഞെട്ടിച്ച ദൃശ്യങ്ങളാണ്. കാരണം ആദ്യഘട്ടത്തിൽ 2023 ഈ സംഭവം നടക്കുമ്പോൾ ആഭ്യന്തര അന്വേഷണം പോലീസ് നടത്തുകയും 4 പോലീസ് ഉദ്യോഗസ്ഥർ, SI അടക്കം 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ നടപടി അവരുടെ 2 വർഷത്തെ ഇൻക്രിമെന്റ് തടഞ്ഞു വെക്കുകയും ആ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സ്ഥലമാറ്റവും മാത്രമായിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഈ മർദ്ദനത്തിന്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നത്. അതുകൊണ്ട് തന്നെ ഈ നടപടി, അതായത് ഇൻക്രിമെന്റ് തടഞ്ഞു വെച്ചു, ട്രാൻസ്ഫർ എന്നീ 2 നടപടികൾ മാത്രം പോരാ എന്നുള്ള പൊതുവികാരം പോലീസ് തലപ്പത്ത് ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയും DGP ഇത് സംബന്ധിച്ച ഒരു അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പോലീസിന്റെ മുഖം സംരക്ഷിക്കുന്ന നടപടി വേണമെന്നുള്ള നിലപാടിലാണ് മുഖ്യമന്ത്രി. സ്വാഭാവികമായി ഇത് സംബന്ധിച്ച നിയമസാധുത പരിശോധിക്കാനാണ് ഇപ്പോൾ DGP DIG നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രധാനമായി ഇത്തരമൊരു നടപടി, ഒരു തവണ അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ വീണ്ടും ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ അത് എത്രത്തോളം നിയമസാധുതയുണ്ട് എന്ന് പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കുന്നത് പ്രകാരം തുടർ നടപടി ഉണ്ടാകും. അതുകൂടാതെ നേരത്തെ തന്നെ സുജിത്ത് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഈ പരാതിയിൽ നിന്ന് പിന്മാറാൻ തനിക്ക് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു, ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതിന്മേൽ തുടർ അന്വേഷണം നടത്തി അതിന്മേൽ എന്തെങ്കിലും നടപടി എടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നു. എന്തായാലും ഇന്ന് തന്നെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ ലഭിക്കുന്ന സൂചന. അതായത് പോലീസിന്റെ ഒരു കളങ്കം, അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ സൽപ്പേരിന് ചീത്തയുണ്ടാക്കുന്നത് അല്ലെങ്കിൽ സൽപ്പേരിന് മോശമുണ്ടാക്കുന്നതാണ് എന്ന് കൃത്യമായി സർക്കാർ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ചീത്തപ്പേര് മാറ്റാവുന്ന നടപടി ഉടൻ പ്രഖ്യാപിക്കാനാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശവും. അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്.